പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ജലജ ആകെ നാറി ഒരു പരുവായിട്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് അനി കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നത് നിങ്ങളുടെ മകനോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എന്ന്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ജലജ പറയുന്നത്. അന്നേരം അനി പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അതുമാത്രമല്ല നിങ്ങളുടെ മരുമകൾ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശ് വേണുവിനെ പുറത്ത് വെച്ച് കാണുന്നു. അന്നേരം വേണുവിനോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ കോടതിയിൽ കയറ്റിയതിന് നിങ്ങളെ ശരിക്കും ഇവിടെ തല്ലി ബോധം കെടുത്തി ഇടുവാണ് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ കോടതിയിൽ നാണം കെട്ടത് നിങ്ങളും ഇവളും ഒക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ വെറുതെ വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നയന അഭിയോട് പറയുന്നുണ്ട്, ഇനി തൊട്ട് ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കിയില്ല എങ്കിൽ സ്ഥിരമായിട്ട് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നീ നോക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ് അഭിയനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവന്തികയുടെ എൻട്രിയാണ്, അഭിയയുടെ അനിയത്തി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രൊമോ.